അപ്പോൾ നമ്മുടെ ഡ്രൈവർ ക്യാബിനാണ്. അപ്പോൾ ഡ്രൈവർ ക്യാബിന്റെ വർക്കുകൾ മുഴുവനായിട്ട് കഴിഞ്ഞില്ല, കുറച്ച് കുഷൻ വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ തന്നെ നമ്മുടെ ഇലക്ട്രിക്കൽ വർക്കും അതൊക്കെ കഴിഞ്ഞാൽ ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ടല്ലേ? അത് ക്യാമറ വെച്ചിട്ടുണ്ട്. ക്യാമറയുടെ ഡിസ്പ്ലേ ആ സംഭവങ്ങളൊക്കെയാണ് ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 360 ക്യാമറ ആണോ? അതായത് 4 സൈഡും അതൊക്കെ കിട്ടുന്ന ടൈപ്പ് ക്യാമറ. ബാക്ക് 2 സൈഡ്, ഫ്രണ്ട് സൈഡ് എല്ലാം അവിടെ ആ ഒരു ക്യാമറ അതായിരിക്കണം. പിന്നെ ഇവിടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിലും ക്യാമറകളുണ്ട് പുറത്ത്, പിന്നെ കാണിച്ചു തരാം. പിന്നെ ഇവിടെ ഒരു ടിഷ്യൂ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ടിഷ്യൂ ബോക്സ് ഇതിന്റെ ഉള്ളിൽ നമുക്ക് കിട്ടാറില്ല. അതെ, ഡിസ്പെൻസർ ആണ്. ഇതാക്കി ആവശ്യമുള്ളവർക്ക് എടുത്തിട്ട് പോവാം. പിന്നെ ക്യാബിനൊക്കെ ഉണ്ട്. ഇതാണ് ഫ്രണ്ട് ക്യാബിൻ. ഇവിടെ നമുക്ക് ഡ്രൈവർക്ക് കിടക്കാനൊക്കെ പറ്റും. ഇത് ചില വണ്ടികളിൽ കൊടുക്കണില്ല, ഇതിന് ഇങ്ങനെ കിടക്കാനൊക്കെ പറ്റും. പിന്നെ ഇവിടെ ഒരു എയറിന്റെ ഒരു വെന്റ് ഉണ്ട്, തുറന്നു വെക്കാൻ പറ്റും. പിന്നെ ബ്ലൈൻഡ്സ് ആണ്, ഇത് നീക്കി അടിയിലേക്ക് വെച്ച ബ്ലൈൻഡ് മൊത്തം വീണ് കിടക്കും, ചൂടൊന്നും ഇങ്ങനെ അടിക്കില്ല. പിന്നെ ഇതിന്റെ ഉള്ളിൽ സ്ട്രിപ്പ് ലൈറ്റ് കാര്യങ്ങളൊക്കെ പോകണ്ട. രാത്രി ശരിക്കും അത് അതാണ് ഭംഗി. ഈ ലൈറ്റ് സ്വിച്ച് ടൈഗർ അതൊന്ന് മാറ്റിയ അത് കാണാൻ പറ്റും. ടൈഗറുടെ അത് കണ്ടില്ലേ, അവരുടെ ഒരു ഇത് കൊടുത്തേക്കുന്നത്. പിന്നെ ഫയറിന്റെ യൂണിറ്റിന്റെ ഡിസ്പ്ലേ അവിടെ കാണുന്നത് അവിടെയൊക്കെ. പിന്നെ സ്വിച്ചസ് കാര്യങ്ങള് ഇതെല്ലാം ലൈറ്റിന്റെ സ്വിച്ചുകളാണോ? ആ, ലൈറ്റിന്റെ സ്വിച്ചുകളാണ് എല്ലാം. പിന്നെ വണ്ടിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സ്വിച്ചുകളും ഉണ്ട്. ജെടെക്കിന്റെ യൂണിറ്റ് കാണുന്നത്, അവരുടെ ഡിസ്പ്ലേ ആണ് കാണുന്നത്. ഏസർ. അപ്പൊ ഇത് നമ്മുടെ ക്യാമറയുടെ മോണിറ്റർ ഇതാണോ? അത് മുകളത്തെ ക്യാമറയുടെ വെച്ചിട്ടുള്ളത്. ഇതാണ് മോണിറ്റർ. ഇത് മറ്റേ ഏസറെ സംഭവമാണ് കാണുന്നത്. അപ്പൊ നമുക്ക് ക്യാബിൻ മാത്രമല്ല, ഈ കവറൊക്കെ അഴിച്ച് ഇനി ബെഡൊക്കെ ഒന്ന് ഇട്ട് റെഡിയാക്കാനുണ്ട്. അതെ, ഇത് നമ്മൾ നമ്മുടെ ഷോറൂമിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരുന്ന കണ്ടീഷനാണ് ഇപ്പൊ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ. ബെഡ് വെക്കാണ്ട്, അതുപോലെ തന്നെ പില്ലുകളൊക്കെ താഴെ ഇരിക്കുന്നുണ്ട്. പിന്നെ വീഡിയൊക്കെ വിരിച്ച് ഡീസന്റ് ആയിട്ട് ബ്രദറെ വേറൊരു യാത്രാ വീഡിയോക്ക് വന്നാൽ മതി. അപ്പൊ നമുക്ക് സെറ്റ് ആയിട്ട് എടുക്കാം. അപ്പോഴാണ് ക്ലിയർ ആവുള്ളത്. ഇതിപ്പോ നമ്മുടെ ബോഡി കെട്ടി വരുമ്പോഴുള്ള അവസ്ഥയിലാണ് വണ്ടി കിടക്കണം. ക്ലീൻ പോലും ചെയ്തിട്ടില്ല.